ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഡേ ഓൾഡ് മുതൽ 5 മാസം വരെയുള്ള കോഴികളെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ കൂട് ഇങ്ങനെ അലങ്കോലായി കിടക്കുന്ന കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇന്നലെ വൈകുന്നേരം വിരിച്ച പേപ്പറാണ്. അതിപ്പം വിരിച്ചാലും ഈ 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ തന്നെ ആക്കിത്തരും ഈ തള്ളക്കോഴി. ഇത് നമ്മളെ കന്നി പെടക്കോഴിയാണ്. അപ്പോൾ ഇതിനാകെ 2 മക്കളേ ഉള്ളൂ. ബാക്കി മുട്ടകൾ വിരിഞ്ഞില്ല. നമ്മൾ ഷോർട്സിൽ കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ കോഴിനെ ഈ കൂട്ടിലല്ല അടവെച്ചത്. ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കോഴിനെ അടവെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ 21 ദിവസം വേണ്ട ചൂടായതുകൊണ്ട് വേഗം തന്നെ വിരിയുന്നുണ്ട്. അപ്പോൾ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-4 മക്കളൊക്കെ വിരിഞ്ഞാൽ ബാക്കി കോഴിമുട്ടകൾ കുലുക്കി നോക്കുമ്പോൾ അതിൽ വെള്ളമുള്ള പോലെ നമുക്ക് കുലുങ്ങണ തോന്നുകയാണെങ്കിൽ അത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മക്കളുണ്ടാവില്ല. എന്നിട്ട് ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വേറൊരു വൃത്തിയുള്ള കൂട്ടിലേക്ക് തള്ളക്കോഴി മക്കളെ മാറ്റുക എന്നുള്ളതാണ്. അത് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ആ വിരിഞ്ഞ കൂട്ടിൽ തന്നെ വെക്കണേക്കാട്ടിലും എത്രയോ നല്ലത് വേറൊരു കൂട്ടിലേക്ക്, നല്ല വൃത്തിയുള്ള കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളത്. അതിൻ്റെ ശേഷം നമ്മൾ ആദ്യത്തെ 10 ദിവസം സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ മഞ്ഞൾ വെള്ളമാണ് ആദ്യത്തെ 3 ദിവസം കൊടുക്കുന്നത്. പിന്നെ പച്ചവെള്ളം കൊടുക്കും. പിന്നെ ഓരോ ബാച്ചിനും ഓരോ പോലെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞാലാണ് ഞാൻ തുളസി കഞ്ഞിക്കുറുക്കൻ്റെ വെള്ളം കുറേശ്ശെ കൊടുക്കുന്നത്. ചില ബാച്ചിന് കൊടുക്കും, ചില ബാച്ചിന് വിരിഞ്ഞ് 2-ാമത്തെ ദിവസം തന്നെ ഗ്രോയി പ്ലസ് കലക്കിയ വെള്ളം കൊടുക്കും. ഓരോ ബാച്ച് ഓരോ പോലെയാണ് ഇവിടെ നോക്കുന്നത്. ചില ബാച്ചിന് ഞാൻ ഒന്നും കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വിരിഞ്ഞ് ആദ്യത്തെ ഒരു 10 ദിവസം സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ 10 ദിവസത്തിൻ്റെ ശേഷം നമ്മൾ സ്റ്റാർട്ടറിൻ്റെ കൂടെ ചെറുതായിട്ട് ധാന്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അതായത് അരി പൊടിച്ച് ടിന്നിലാക്കി വെച്ചാണിത്. അരി പൊടിച്ചതും പിന്നെ ഗോതമ്പ് നല്ലോണം നൈസാക്കി പൊടിക്കണം. ഗോതമ്പ് ദഹിക്കൂല പെട്ടെന്ന്. അപ്പോൾ ഗോതമ്പ്, അരി, പിന്നെ സ്റ്റാർട്ടർ ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ 10 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള തീറ്റ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടർ മാത്രമാകുമ്പോൾ ഭയങ്കര ചിലവാകും. ഈ ഗോതമ്പ് അരിയൊക്കെ റേഷൻ കടയത്താണ്, അധികം ചിലവില്ലാത്ത ഗോതമ്പ് അരി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് 10 ദിവസത്തിൻ്റെ ശേഷമുള്ള കോഴിക്കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കിത് മാത്രമല്ല കൊടുക്കുന്നത്. നമ്മൾ ഇവർക്ക് പുല്ലരിഞ്ഞ് കൊടുക്കലുണ്ട്, തക്കാളി കൊടുക്കലുണ്ട്, പിന്നെ അതുപോലെ വത്തക്ക കൊടുക്കലുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഫ്രൂട്ട്സ്, ഗ്രേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 3-4 ഇട്ട് കൊടുക്കലുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ കൊടുക്കലുണ്ട് കേട്ടോ. പുല്ല് ദിവസവും കൊടുത്താൽ എത്രയും നല്ലതാണ്. അപ്പോൾ പുല്ല് ഇവിടെ ഇപ്പോൾ അങ്ങനെ പോയി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെയാണ് ഇവർക്ക് പുല്ല് കൊടുക്കലില്ല. പിന്നെ വൈറ്റമിൻ സിറപ്പ് നിർബന്ധമാണ്. അത് വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വിമറാൾ വേണമെങ്കിൽ വിമറാൾ കൊടുക്കുക, ഗ്രോപ്ലെക്സ് വേണമെങ്കിൽ ഗ്രോപ്ലെക്സ് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളത് വെച്ചാൽ അത്. ഞാൻ ആദ്യമൊക്കെ ബാച്ചുകൾക്കൊക്കെ വിമറാൾ ഇനി കൊടുത്തിരുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് വിമറാൾ ഞാൻ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ള ഗ്രോപ്ലെക്സ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഗ്രോപ്ലെക്സാണ് കൊടുക്കണം, വലുതുങ്ങൾക്കും ചെറുതുങ്ങൾക്കൊക്കെ. അങ്ങനെ ഒരു മാസം വരെ ഞാൻ തള്ളക്കോയിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ ഇടും, സെയിലിട്ടിട്ടില്ലെങ്കിൽ. ഒരു മാസത്തിൻ്റെ ശേഷം ഓരെ ഞാൻ മാറ്റും. 1 മാസം തൊട്ട് 2 മാസം വരെയുള്ള കുട്ടികളാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇവരെ നമ്മൾ വേറൊരു കൂട്ടിലിട്ടിട്ട് ഇവർക്കും നമ്മൾ അതേപോലെ തന്നെ നല്ല കെയർ കൊടുക്കണം. 1 മാസം തൊട്ട് 2 മാസം വരെയും സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. 2 മാസത്തിൻ്റെ ശേഷമാണ് നമ്മൾ ഗ്രോവറിലേക്ക് മാറുന്നത് കേട്ടോ. പിന്നെ 1 മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ചോറ് കൊടുത്തു തുടങ്ങുന്നത്. ചോറ്, തവിട്, പിന്നെ മറ്റേ വലിയ കോഴികൾക്ക് കൊടുക്കണ മിക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ 1 മാസത്തിൻ്റെ ശേഷമാണ് കൊടുക്കുന്നത്. അതിൽ മുന്നേ കൊടുത്താൽ ദഹനക്കേട് വരും, മൂട് ചെയ്യൽ വരും, ദഹിക്കാതായ കോഴികൾ വേഗം തൂങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ 1 മാസം വരെ നല്ല കെയർ കൊടുക്കുക. 1 മാസം തൊട്ട് 2 മാസം വരെ ഉള്ളവർക്കും നല്ല കെയർ തന്നെ കൊടുക്കുക കേട്ടോ. നമ്മൾ തീറ്റ ശ്രദ്ധിക്കുക, കൂട് ശ്രദ്ധിക്കുക, എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ ഡെയിലി ചെക്ക് ചെയ്യുക, കൂട് നല്ല വൃത്തിയുള്ളതായിരിക്കുക. അപ്പോൾ ഇത് ഞാൻ അടിഭാഗം നെറ്റായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ക്ലീനിങ് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അടിഭാഗം നെറ്റായതുകൊണ്ട് കാഷ്ടൊക്കെ താഴേക്ക് പോകും. പിന്നെ നമ്മളുള്ളത് ആ 2 മാസം തൊട്ട് 5 മാസം വരെയുള്ള സമയമാണ്. അത് ആ മക്കളാണ് കേട്ടോ. ഇത് ഏകദേശം നമുക്കൊരു 4.5 മാസമായ മക്കളാണ്. ഇവരെ നമ്മൾ ഇപ്പോൾ ശരിക്കും പുറത്ത് വിടുന്ന സമയമായിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് വിടാത്ത എന്താ വെച്ചാൽ നമുക്കിവിടെ ഇപ്പോൾ ഒരുപാട് പൂവന്മാരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇവർ ക്രോസിങ്ങിന് റെഡി ആയിട്ട് ഉണ്ടാവില്ല. പക്ഷേ വലിയ പൂവന്മാർ ഇവരെ കാണുമ്പോൾ കൊത്തി നോക്കും. അങ്ങനെ കൊത്തി നോക്കിയിട്ട് നമ്മളൊരു പടക്കോയി ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമയമില്ലാത്ത ആവണ മുന്നേ ക്രോസിങ് ചെയ്താൽ അത് പടക്കോഴികൾക്ക് ഭയങ്കര കേടാണ്. പിന്നെ മുട്ടയിടുന്ന സമയമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഏകദേശം 5 മാസത്തിൻ്റെ ശേഷം മാത്രം നമ്മൾ പൂവന്മാരോടെ വിടാൻ പാടുള്ളൂ. അപ്പോൾ പൂവന്മാരൊന്നും പുറത്തില്ലെങ്കിൽ നമുക്ക് വരെ ധൈര്യമായിട്ട് വിടാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ച് സെപ്പറേറ്റ് ആയിട്ട് 5 മാസം വരെ വളർത്തണം കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ 5 മാസം 4.5 മാസമായല്ലോ. അന്നേരം പിന്നെ നമുക്ക് എല്ലാ തീറ്റയും കൊടുക്കാം കേട്ടോ. ചോറ് കൊടുക്കുക, തവിട് കൊടുക്കുക. ഗ്രോവറാണ് ഇവർക്ക് 2 നേരം കൊടുക്കലുള്ളത്. 2 നേരം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല കേട്ടോ. കുറച്ച് ഗ്രോവർ അരി പുതിർത്തി രാവിലെ കൊടുക്കും. ഉച്ചക്ക് ചോറ്, തവിട്, ഇലകൾ മിക്സ് ചെയ്ത് കൊടുക്കും. വൈകുന്നേരം ഒരു ഇത്തിരി പറഞ്ഞാൽ ഇത്തിരി ഒരു പിടുത്തം ഗ്രോവർ അത്രേ കൊടുക്കുകയുള്ളൂ. ഇവരൊക്കെ തുറന്ന് വിടണ പോലെ കേട്ടോ. അപ്പോൾ ഇന്ന് പൂവന്മാർ പുറത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിടാത്തത്. അന്നേരം ഇന്നിപ്പോൾ വേറൊരു വീഡിയോ ആണിത്. അന്ന് നമ്മൾ പൂവന്മാരെ വിട്ടിട്ടില്ല. ഇവനാണ് വിടാത്തത് കേട്ടോ. ഇവനാണ് അധികം ഭയങ്കര അഗ്രസീവായ പൂവനാണ്. വേഗം പോയി കൊത്തും, ചെറുതുങ്ങളൊക്കെ കൊത്തും. അതുകൊണ്ട് ഇവനെ വിടാത്ത ദിവസം വിടുന്ന ദിവസം ഇവനെ വിടൂല. അപ്പോൾ ഇവനെ വിടാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഓരൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി നമ്മൾ ആ കോഴിമക്കളെ വിട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇവനെ വിട്ടിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ളവരെ വിട്ടിട്ടുണ്ട്. എപ്പോഴും തുറന്ന് വിട്ടുന്ന കോഴികളാണ് ആരോഗ്യം ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ചിക്കി ചെയ്യാനും മണ്ണ് പോകാനും ഒക്കെ അവർക്ക് വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. വീട്ടിലിടുന്നതിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് പുറത്ത് വിടണതാണ്. അപ്പോൾ ഈ 5 മാസം വരെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ മനസ്സിലായില്ലേ, 1 മാസം വരെ
തള്ളക്കോയിൻ്റെ കൂടെ. പിന്നെ 1 മാസം തൊട്ട് 2 മാസം വളരെ തീറ്റയും കൂടൊക്കെ ശ്രദ്ധിക്കുക, രോഗങ്ങൾ ശ്രദ്ധിക്കുക, വൈറ്റമിൻ സിറപ്പുകൾ എന്തായാലും കൊടുക്കുക. പിന്നെ 5 മാസം വരെ ആ 2 മാസം തൊട്ട് 5 മാസം വരെ അതേ കെയർ തന്നെ നമ്മൾ കൊടുത്തു കൊണ്ടുവരാം കേട്ടോ. ഗ്രോവർ തന്നെയാണ് അപ്പോൾ കൊടുക്കേണ്ടത്. ചോറ്, തവിട് മിക്സ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇലകൾ നിർബന്ധമായിട്ടും കൊടുക്കുക. ചേമ്പിൻ്റെ ഇല, പപ്പായൻ്റെ ഇല ഒക്കെ നല്ലതാട്ടോ. പുല്ല് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. 5 മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂവന്മാർ ശല്യം ഇല്ലെങ്കിൽ തുറന്ന് വിട്ട് വളർത്താം കേട്ടോ. പിന്നെ ഒരു 6 മാസമായാൽ അഡൾട്ടായി. ഒരു നല്ല നാടൻ കോഴിയാണെങ്കിൽ കറക്റ്റ് 6 മാസത്തിൽ മുട്ടയിടും ചെയ്യും. കന്നിപ്പെടാന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഒരു പൊരുതും ചെയ്യും, അടയിരിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുകയും ചെയ്യും. നമ്മളെ കന്നിപ്പെടകളൊക്കെ പൊരുതലുണ്ട്, അടയിരിക്കലും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ചൂടൊക്കെ ആണെങ്കിലും നമ്മൾ അട വെക്കാത്ത നല്ലത്. പിന്നെ കന്നിപ്പെടക്ക് അധികം മുട്ടകൾ വെച്ച് കൊടുക്കാതെ വെക്കുക കേട്ടോ. ചിലവരൊക്കെ പറയും ഞങ്ങൾ അത്ര വെച്ച് ഇത്ര വെച്ചാൽ കോഴിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അത് അടയിരുന്ന് ശീലമാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 5 മുട്ടയൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 4 എണ്ണം വെച്ച് കൊടുക്കുക. ആദ്യത്തെ അടയിരിപ്പല്ലേ, അടയിരുന്നൊന്ന് ശീലമാവണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ 7 എണ്ണമാണ് അതിന് വെച്ചത്. അപ്പോൾ നമുക്ക് 2 മക്കളെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ.